ചക്കക്കുരുവിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? വാ പറയാം. ചക്കക്കുരുവിനകത്ത് ഇടണേ. ചക്കപ്പഴം എങ്ങനെയുണ്ട്? അപ്പോൾ ചക്കപ്പഴം ഞങ്ങൾ തിന്ന് തീർത്തു. ഇനി ചക്കക്കുരുവിൻ്റെ കഥ പറയാം. മുൻകാലങ്ങളിൽ ഇതിപ്പോഴത്തെ പോലെ നഴ്സറികളില്ലായിരുന്നു. അന്നേരം കാരണന്മാർ അപ്പനും അമ്മയും ഒക്കെ നല്ല ചക്ക തിന്ന് കഴിയുമ്പോൾ അതിൽ നല്ല ചക്കക്കുരു എടുത്തിട്ട് ആണ് സാധാരണ വരിക്കപ്പിലാവ് ഉണ്ടാക്കുന്നത്. നമുക്ക് സാധാരണ ഒരു ചക്ക പറിച്ചാൽ വരിക്കച്ചക്കയാണെങ്കിലും കൊഴിച്ചക്കയാണെങ്കിലും അതിനകത്ത് വരിക്കക്കുരു എന്ന് പറയുന്നത് ആകെ 1-2 എണ്ണേ ഒരു ചക്കയ്ക്കകത്ത് ഉണ്ടാവുള്ളൂ. അത് ഭൂരിഭാഗവും കൊഴിച്ചക്കയായിരിക്കും. അതിന് 2 പൊളപ്പെന്ന് പറയുന്നത് ഇതിൽ ചെറിയൊരു പൊളപ്പും വലിയൊരു പൊളപ്പും അതിങ്ങനെ ചെരിഞ്ഞിരിക്കും. മറ്റേത് 2 പൊളപ്പ് ഇങ്ങനെ കൃത്യം നടുക്കോടെ ആയിരിക്കും. അത് ഇങ്ങനെ വെച്ചാൽ നേരെ ഇരിക്കും. ഇതാണ് വരിക്ക, ഇത് കൂഴ. അപ്പോൾ ചക്കക്കുരുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സീക്രട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഒന്ന് നിങ്ങളുടെ വീട്ടിലുള്ള ചക്കക്കുരുക്കെ ഒന്ന് എടുത്ത് നോക്ക് കേട്ടോ. വളരെ കുറഞ്ഞ ചക്കക്കുരുവാണ് ഈ ക്വാളിറ്റിയുള്ള ചക്കക്കുരു ഉണ്ടാവുക. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കിയിരിക്കും, മറ്റേത് സൈഡിലേക്ക് നോക്കിയിരിക്കും. കണ്ടോ? ഇതാണ് അതിൻ്റെ വ്യത്യാസം, പ്രധാന വ്യത്യാസം. പിന്നെ അതിൻ്റെ പൊളപ്പ് പകുതിയായിരിക്കും, മറ്റേതിൻ്റെ പൊളപ്പ് ഒരു സൈഡിൽ മാത്രമായിരിക്കും. അതാണ് അതിൻ്റെ പ്രധാന വ്യത്യാസം. ചക്കപ്പഴത്തിൻ്റെ സീസണാണ്. ഗെറ്റ് ടുഗദറിനൊക്കെ വരുമ്പം ചക്കപ്പഴം വേണ്ടവർ നേരത്തെ പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വരാം.